അവിടെ ധർമ്മസ്ഥല പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് ശ്രീനിവാസ റാവു ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയ വിസിൽ ബ്ലോവർ ആയിട്ടുള്ള ധർമ്മസ്ഥലം നമ്മളെല്ലാവരും ഞെട്ടിയ കേസിൽ പോലും ഒന്നാലോചിച്ച് നോക്കണം. ശ്രീനിവാസ റാവുവിനൊക്കെ എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടുന്നു? ശ്രീനിവാസ റാവു എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുകയാണ് ഇയാള്. അതായത് പഞ്ചായത്തിനെ അറിയിക്കണം ഓരോ ഡെഡ് ബോഡി കുഴിച്ചിടുമ്പോഴും അത് കുഴിച്ചിടാതെ ഇയാൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറയണം. പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. പോലീസുകാർ തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബിന് കൊടുത്തതെന്ന് പറയുന്നു. ധർമ്മസ്ഥലയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം തന്നെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 20 കൊല്ലം മുമ്പ് കാണാതെ പോയ പെൺകുട്ടിയുടെ അമ്മ സുജാത ഭട്ടും കൊണ്ടുവന്ന് വീണ്ടും അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. ഇനി ഇതെല്ലാം ഉപരിയായിട്ട് കർണാടക കമ്മീഷൻ ഫോർ വുമന്റെ ചെയർപേഴ്സൺ ഉണ്ട്. ആ ചെയർപേഴ്സന്റെ പേര് നാഗലക്ഷ്മി ചാറ്റർജി എന്നാണ്. അവര് വന്നിട്ട് നാഗലക്ഷ്മി ചൗധരി എന്നാണ്, ചാറ്റർജി എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ ചോദിക്കുന്നു 1998 മുതൽ 2014 വരെയുള്ള ഇവിടെയുള്ള മിസ്സിംഗ് കേസുകൾ എത്രയാണ് എന്ന് ചോദിക്കുന്നു. പോലീസിന് അറിയില്ല.